നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പെയിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബെൽജിയത്തിന് തിരിച്ചടിയായത് അവരുടെ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവക്ക് പരിക്ക് പറ്റി കയറേണ്ടി വന്നതാണല്ലോ. ഏതായാലും കളി ബെൽജിയം തോറ്റു പുറത്തായി. ഇപ്പോൾ ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവ പറയുന്നു, ഞാൻ ഒരു വർഷം റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് റെസ്റ്റ് ചെയ്യുകയെന്നാണ് പറഞ്ഞത്. ക്ലബ് ഫുട്ബോൾ അദ്ദേഹം തുടരും. ഒരു വർഷം അന്താരാഷ്ട്ര ഫുട്ബോളിന് കളിക്കാതെ ബെൽജിയത്തിന് വേണ്ടി കളിക്കാതിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് യൂറോ ക്വാളിഫയേഴ്സിലും അതുപോലെ 2028 യൂറോ കപ്പിലും കളിക്കും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് ബെൽജിയം സമ്മതിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഐ വാണ്ട് ടു റെസ്റ്റ് ഫോർ എ ഇയർ വിത്തൗട്ട് എനി ബെൽജിയം മാച്ചസ്. ബെൽജിയത്തിനായിട്ട് ഒരു കളിയും കളിക്കാതെ എനിക്കിനി ഒരു വർഷം ഒന്ന് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് യൂറോ ക്വാളിഫയേഴ്സ് കളിക്കണം, അതിനുശേഷം 2028 യൂറോ കപ്പും കളിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് നോ ഇഫ് ബെൽജിയം വിൽ എഗ്രി ടു ദിസ്. ഇത് ബെൽജിയം അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നുകൂടി ഇപ്പോൾ തിബോട്ട് കോർട്ടുവ പറയുന്നു. അതോടൊപ്പം കോർട്ടുവ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് കപ്പിൽ ഇനി കൂടുതൽ സാധ്യത ഫ്രാൻസ് വേഴ്സസ് സ്പെയിന് മത്സരം, അതിൽ വിജയിക്കുന്ന ടീമിലാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ സെമിയിലേക്ക് എത്തി കിലിയനെ കാണാൻ പറ്റാത്തതിൽ തനിക്ക് സങ്കടമുണ്ട്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, കിലിയൻ എന്നോട് പറഞ്ഞാണ് നമുക്ക് സെമിയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. ഐ വിഷ് ദം ഓൾ ദി ഹാപ്പിനെസ് എന്നുകൂടി ഇപ്പോൾ തിബോട്ട് കോർട്ടുവ പറയുന്നു. പിന്നെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്, അതായത് ഒരു വർഷം ഇനി റെസ്റ്റാണ്, അത് കഴിഞ്ഞിട്ട് ഇനി ബെൽജിയത്തിന് കളിക്കുള്ളൂ എന്നുള്ളത് ബെൽജിയം FA അംഗീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.